നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് LDFും UDFും വയനാട്ടിൽ പ്രഖ്യാപിച്ച 12 മണിക്കൂർ ഹർത്താൽ ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങി. വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ ഉണ്ടാവുക. രാവിലെ ഹർത്താൽ അനുകൂലികൾ സംസ്ഥാന അതിർത്തിയിൽ വാഹനങ്ങൾ തടഞ്ഞു. ഹർത്താലാണെന്നറിയാതെ എത്തിയ യാത്രക്കാരാണ് അതിർത്തികളിൽ കുടുങ്ങിയത്. പോലീസ് എത്തി കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. 1ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തക പ്രകാരം എല്ലാ കുട്ടികളെയും ഓരോ അക്ഷരവും പഠിപ്പിക്കുമ്പോൾ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അത് കുഴപ്പമായി കാണേണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠഭാഗങ്ങളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും ബാഹുല്യം കാരണം 1ാം ക്ലാസ്സിലെ പാഠങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതായും വിദ്യാർത്ഥികളെ മടുപ്പിക്കുന്നതായും വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എല്ലാ വിഷയങ്ങളുടെയും പുസ്തകവും ഓരോ വർഷവും മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊട്ടിക്കലാശത്തിന്റെ അവസാനം വരെ ആവേശത്തിരയൊഴുകിയ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം നാളെ വിധിയെഴുതും. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്ന് പരമാവധി വീടുകളിലേക്ക് എത്തുക എന്നതാകും 3 സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. കേരളത്തിലോടുന്ന 8 കോച്ചുകളുള്ള വന്ദേ ഭാരതിന് പകരം 20 കോച്ചുള്ള വന്ദേ ഭാരത് വരുന്നു. നിലവിൽ ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിന് പകരമാണ് പുതിയ തീവണ്ടി വരുന്നത്. നിലവിൽ റെയിൽവേ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒക്യുപ്പൻസി 200% വണ്ടിയാണിത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഛത്തീസ്ഗഡിലെ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് മുന്നോടിയായി ഇമാമുമാരും ഉസ്താദുമാരും നടത്തുന്ന പ്രസംഗത്തിന് മുൻകൂർ അനുമതി വേണമെന്ന് വഖഫ് ബോർഡ്. വെള്ളിയാഴ്ചകളിൽ പള്ളികളിലെ പ്രസംഗത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിരിക്കും ഛത്തീസ്ഗഡ്. 22-ാം തീയതി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. ഛത്തീസ്ഗഡിലെ എല്ലാ പള്ളികളും സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഉത്തരവ് വാട്സപ്പിലൂടെ എല്ലാ പള്ളികൾക്കും നൽകിയിട്ടുണ്ടെന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാനും BJP ന്യൂനപക്ഷ സെൽ മേധാവിയുമായ സലീം രാജ് അറിയിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കൽ നടപടികൾ തുടങ്ങാനാണ് നീക്കം. ഭീമമായ ചെലവും സാമൂഹ്യ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ആദ്യം പുറത്താക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഏകദേശം 4,25,000 പേരാണ് ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടുക. കൂട്ടനാടുകടത്തലിലൂടെ ആകെ 10 മില്യണിലധികം പേരെ പുറത്താക്കിയേക്കും. ഇവരിലധികവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നടപടിയെന്ന് വിശദീകരണം. ഇഞ്ചറി ടൈമിൽ ലഭിച്ച പെനാൽറ്റിയുടെ കാര്യത്തിൽ യുവേഫ നേഷൻസ് ലീഗിൽ സ്വിറ്റ്സർലൻഡിനെ വീഴ്ത്തി സ്പെയിൻ. ആവേശകരമായ മത്സരത്തിൽ 3-2 സ്പെയിനിന്റെ വിജയം. മറ്റൊരു മത്സരത്തിൽ കരുത്തലായ പോർച്ചുഗലും ക്രൊയേഷ്യയും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ പോർച്ചുഗലിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി ക്രൊയേഷ്യയും ക്വാർട്ടർ ഉറപ്പിച്ചു. ഈ വർഷം കളിച്ച 11 മത്സരങ്ങളിൽ 6 തോൽവി ഏറ്റുവാങ്ങിയും 5 സമനില വഴങ്ങിയും ഇന്ത്യൻ ഫുട്ബോൾ ടീം 2022 മത്സരങ്ങൾ അവസാനിപ്പിച്ചു. ഇന്നലെ CMC ബാലയോഗി സ്റ്റേഡിയത്തിൽ മലേഷ്യയുമായുള്ള സൗഹൃദ മത്സരത്തിൽ ആദ്യ വിജയം ലക്ഷ്യമിട്ടിറങ്ങിയെങ്കിലും 1-1 സ്കോറിൽ സമനിലയ്ക്ക് വഴങ്ങുകയായിരുന്നു. അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.